ഭൂമിയുടെ ഒരേയൊരു സ്വാഭാവിക ഉപഗ്രഹം ഏത്? ചന്ദ്രൻ. തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ചൊവ്വ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? വിക്രം സാരാഭായ്. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരിയാവാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? സന്തോഷ് ജോർജ് കുളങ്ങര. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച പ്രധാനമന്ത്രി ആര്? ഇന്ദിരാഗാന്ധി. ബഹിരാകാശത്തെത്തിയ ഏറ്റവും പ്രായം കൂടിയ വനിത ആര്? പെഗ്ഗി വിറ്റ്സൺ. പ്രപഞ്ചം മുഴുവൻ എൻ്റെ ജന്മനാടാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? കൽപ്പന ചൗള. ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? ചാന്ദിപ്പൂർ, ഒഡീഷ. ചന്ദ്രനിലേക്ക് പോകുന്നതിന് നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും ഉപയോഗിച്ച ബഹിരാകാശ വാഹനമേത്? അപ്പോളോ 11. വസ്തുക്കൾക്ക് ഏറ്റവും ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം ഏതാണ്? വ്യാഴം. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്രദൗത്യം ആയ ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ച വാഹനം ഏത്? GSLV മാർക്ക് 3, 2019 ജൂലൈ 22. ചന്ദ്രനിൽ ദേശീയ പതാക നാട്ടിയ രണ്ടാമത്തെ രാജ്യം ഏത്? ചൈന. ബഹിരാകാശത്തെത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വംശജ ആര്? സരിഷ ബാൻല. ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരിയായ അനൗഷെ അൻസാരിയുടെ ജന്മസ്ഥലം എവിടെ? ഇറാൻ. ബഹിരാകാശത്ത് മനുഷ്യനെ അയക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി? ഗഗൻയാൻ. ഭൂമിയിലേക്കു പതിച്ച ചൈനയുടെ ബഹിരാകാശ നിലയം ഏത്? ടിയാൻഗോങ് 1. ചന്ദ്രയാൻ 2 റോവറിൻ്റെ പേരെന്ത്? പ്രഗ്യാൻ. ISROയുടെ ആദ്യത്തെ മലയാളി ചെയർമാൻ ആര്? MGK മേനോൻ. അപ്പോളോ 11 വിക്ഷേപിച്ചത് എവിടെ വെച്ചാണ്? കെന്നഡി സ്പേസ് സെൻറ്റർ, ഫ്ലോറിഡ, USA. ഏറ്റവും ദൈർഘ്യമേറിയ വർഷമുള്ള ഗ്രഹം ഏത്? നെപ്റ്റ്യൂൺ. രോഹിണി എന്ന ഉപഗ്രഹം എവിടെ നിന്നാണ് ഇന്ത്യ വിക്ഷേപിച്ചത്? ശ്രീഹരിക്കോട്ട. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരം എത്ര? 3,84,401 കിലോമീറ്റർ. ഇന്ത്യയുടെ കൃത്രിമോപഗ്രഹമായ ഭാസ്കരയ്ക്ക് എത്ര മുഖങ്ങൾ ഉണ്ട്? 26. ആകാശത്തിൻ്റെ നിയമജ്ഞൻ എന്നറിയപ്പെടുന്നത് ആര്? കെപ്ലർ. ഗ്രഹചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആര്? കെപ്ലർ. ചന്ദ്രയാൻ വിക്ഷേപിച്ച ശ്രീഹരിക്കോട്ട ഏത് ജില്ലയിലാണ്? നെല്ലൂർ, ആന്ധ്രാപ്രദേശ്. ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്?
ലെബനിഡ്സ്. ബ്രിട്ടൻ്റെ പ്രഥമ ചാന്ദ്ര ദൗത്യം ഏത്? മൂൺലൈറ്റ്. അപ്പോളോ 11 നിയന്ത്രിച്ച ബഹിരാകാശ സഞ്ചാരി ആര്? മൈക്കിൾ കോളിൻസ്. ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തിയ ഉപകരണം ഏത്? മൂൺ മിനറോളജി മാപ്പർ. ബഹിരാകാശ വിനോദസഞ്ചാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആര്? സന്തോഷ് ജോർജ് കുളങ്ങര. ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഭാരതീയ ശാസ്ത്രജ്ഞൻ ആര്? ആര്യഭടൻ. ചന്ദ്രനിൽ ഇറങ്ങാൻ ലക്ഷ്യമാക്കിയ ആദ്യ ഇന്ത്യൻ ദൗത്യം ഏത്? ചന്ദ്രയാൻ 2. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഏത്? കൽപ്പന 1. കൽപ്പന 1 എന്ന പേരിൽ പുനർനാമകരണം ചെയ്ത ഉപഗ്രഹം ഏത്? മെഡ്സാറ്റ്. ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നറിയപ്പെടുന്നത്? ശ്രീഹരിക്കോട്ട. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര പര്യവേഷണ ദൗത്യം ഏത്? ചന്ദ്രയാൻ 1. മനുഷ്യനെ വഹിച്ചുകൊണ്ട് ചന്ദ്രനിൽ എത്തിയ ആദ്യ പേടകം ഏത്? അപ്പോളോ 11 1969 ജൂലൈ 21. ലോകത്തിലെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏത്? എക്കോ. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്? സെലനോളജി. ചന്ദ്രൻ ഒരു വർഷം കൊണ്ട് ഭൂമിയെ എത്ര തവണ വലം വയ്ക്കും? 13 തവണ. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എവിടെ നിന്ന്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ആന്ധ്രാപ്രദേശ്. സൂര്യൻ കഴിഞ്ഞാൽ ആകാശത്ത് ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം ഏത്? സിറിയസ്. നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത്? പ്രശാന്തിയുടെ സമുദ്രം. ISROയുടെ ആദ്യ ചെയർമാൻ ആര്? വിക്രം സാരാഭായ്. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ബുധൻ, ശുക്രൻ. രണ്ടാമതായി ചന്ദ്രനിൽ ഇറങ്ങിയതാര്? എഡ്വിൻ ആൽഡ്രിൻ. ചന്ദ്രനിലെ ഗർത്തങ്ങൾ ആദ്യമായി നിരീക്ഷിച്ച ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ ആര്? ഗലീലിയോ ഗലീലി. ബഹിരാകാശത്തെ കൊളംബസ് എന്നറിയപ്പെടുന്നത് ആര്? യൂറി ഗഗാറിൻ. യൂറി ഗഗാറിൻ ബഹിരാകാശ യാത്ര നടത്തിയത് ഏത് വർഷം? 1961. ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി നിർമ്മിച്ച കാലാവസ്ഥാ ഉപഗ്രഹം ഏത്? മെഗാട്രോപിക്സ്. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തുമ്പ, തിരുവനന്തപുരം. 1993 ഏപ്രിൽ 3 ഇന്ത്യ ഇൻസാറ്റ് E എന്ന ഉപഗ്രഹം എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? ഫ്രഞ്ച് ഗയാന.
തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ് ഏത്? നൈക് അപ്പാച്ചെ. ഉദയാസ്തമയം ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ ഏത്? ഹിജ്റ കലണ്ടർ. ലൂണ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ചന്ദ്രൻ. സമുദ്ര ഗവേഷണത്തിന് വേണ്ടിയുള്ള ആദ്യ ഇന്ത്യ ഫ്രഞ്ച് സംരംഭം ഏത്? സരൾ. സൂര്യനിൽ നിന്ന് ഒരു പ്രകാശകിരണം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? 8.2 മിനിറ്റ്. കൂടംകുളം ആണവ പദ്ധതിയുമായി സഹകരിക്കുന്ന രാജ്യം ഏത്? റഷ്യ. ലൂണ എന്ന പേരിൽ പര്യവേഷണ വാഹനങ്ങൾ വിക്ഷേപിച്ച രാജ്യമേത്? റഷ്യ. ആദ്യ വനിതാ ബഹിരാകാശ വിനോദസഞ്ചാരി ആര്? അനുഷ അൻസാരി. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടറിൻ്റെ പേര് എന്താണ്? അപ്സര. റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആന്ധ്രാപ്രദേശ്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? എജ്യൂസാറ്റ്. വ്യാഴത്തിൽ ഇടിച്ച ഒരു വാൽനക്ഷത്രം ഏത്? ഷൂമാക്കർ ലെവി 9. ചൊവ്വയിലെ അഗ്നിപർവ്വതങ്ങളിൽ ഏറ്റവും വലുത് ഏത്? ഒളിമ്പസ് മോൺസ്. ഒരു വ്യാഴവട്ടക്കാലം എത്ര വർഷമാണ്? 12 വർഷം. ചന്ദ്രനിൽ ധാരാളമായി അടങ്ങിയ മൂലകം ഏത്? സിലിക്കൺ. ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂരിലെ അന്തരീക്ഷ ഭവൻ. ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചാന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത് ആര്? AB വാജ്പേയി. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം കഴിഞ്ഞ ഇന്ത്യൻ വനിത ആര്? സുനിത വില്യംസ്. ടെലസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി പ്രപഞ്ച നിരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ഗലീലിയോ ഗലീലി. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ഏത്? ടൈറ്റാനിയം. ചന്ദ്രനിലെ മണ്ണ് ഏത് പേരിൽ അറിയപ്പെടുന്നു? റിഗോലിത്ത്. ചന്ദ്രനിൽ ദേശീയ പതാക നാട്ടിയ രണ്ടാമത്തെ രാജ്യം ഏത്? ചൈന. ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരിയായ അനൗഷെ അൻസാരിയുടെ ജന്മസ്ഥലം എവിടെ? ഇറാൻ. ഭൂമിയിലേക്ക് പതിച്ച ചൈനയുടെ ബഹിരാകാശ നിലയം ഏത്? ടിയാൻഗോങ് 1. ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് എത്ര അകലെയാണ്? ഏകദേശം 3,80,000 കിലോമീറ്റർ. ഫോസിൽ പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന ആകാശഗോളം ഏത്? ചന്ദ്രൻ. ചന്ദ്രനിൽ നിന്ന് ദൃശ്യമാകുന്ന ആകാശത്തിൻ്റെ നിറം എന്ത്? കറുപ്പ്.
ഭൂമിയെ പ്രദക്ഷിണം ചെയ്ത ആദ്യ അപ്പോളോ വാഹനം ഏത്? അപ്പോളോ 4 1967. മനുഷ്യൻ്റെ ചാന്ദ്രയാത്ര ഭാവനാത്മകമായി ചിത്രീകരിച്ച ആദ്യ പുസ്തകമേത്? ജൂൾസ് വേണിൻ്റെ ഫ്രം എർത്ത് ടു മൂൺ. ജൂൾസ് വേണിൻ്റെ ഫ്രം എർത്ത് ടു മൂൺ. ചാന്ദ്രയാൻ 1ൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു? എം അണ്ണാദുരൈ. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? ഉത്തരം ഡോക്ടർ വി നാരായണൻ. ഇന്ത്യയുടെ ക്രയോമാൻ എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ വി നാരായണൻ. മലാല യൂസഫ്സായി ജനിച്ചതെന്ന്? 1997 ജൂലൈ 12. മലാലയുടെ ജന്മദേശം എവിടെ? മിങ്കോറ, പാകിസ്ഥാനിലെ സ്വാത് ജില്ലയിൽ. മലാലയുടെ പിതാവിൻ്റെ പേരെന്ത്? സിയാവുദ്ദീൻ യൂസഫ്സായി. മലാലയുടെ ജീവചരിത്രകൃതിയുടെ പേര്? ഞാൻ മലാല. മലാലയുടെ ഞാൻ മലാല എന്ന ജീവചരിത്രകൃതിയുടെ രചനയിൽ മലാലയെ സഹായിച്ച ബ്രിട്ടീഷ് പത്രപ്രവർത്തക ആരാണ്? ക്രിസ്റ്റീന ലാംബ്. മലാല യൂസഫ്സായിയുടെ മറ്റൊരു പേരെന്ത്? ഗുൽമക്കായ്. മലാലയ്ക്ക് നോബൽ സമ്മാനം ലഭിച്ച വർഷം ഏത്? 2014. മലാലയ്ക്ക് നോബൽ സമ്മാനം ലഭിച്ചത് ഏത് വിഷയത്തിലാണ്? സമാധാനം. മലാല നോബൽ സമ്മാനം പങ്കിട്ടത് ആരോടൊപ്പമാണ്? കൈലാഷ് സത്യാർത്ഥി. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ നോബൽ സമ്മാനം നേടിയ വ്യക്തി ആര്? മലാല യൂസഫ്സായി. ഏത് ഗ്രൂപ്പ് ആണ് മലാലയുടെ പാകിസ്ഥാനിലെ താമസസ്ഥലം നിയന്ത്രിച്ചിരുന്നത്? താലിബാൻ ഗ്രൂപ്പ്. ഒരു കുട്ടി, ഒരു പേന, ഒരു അധ്യാപകൻ, ഒരു പുസ്തകം എന്നിവ കൊണ്ട് ലോകം മാറ്റിമറിക്കാം എന്ന് പറഞ്ഞതാര്? മലാല ഐക്യരാഷ്ട്രസഭയിലെ പ്രസംഗത്തിൽ. മലാലയ്ക്ക് വെടിയേറ്റ ദിവസം ലോസ് ആഞ്ചലസിൽ നടന്ന സംഗീത പരിപാടിയിൽ പാടിയ ഹ്യൂമൻ നേച്ചർ എന്ന പാട്ട് മലാലയ്ക്ക് സമർപ്പിച്ചത് ആരാണ്? മഡോണ, പോപ്പ് ഗായിക. ഏതു മേഖലയിലാണ് മലാല ആദ്യം പ്രസിദ്ധയായത്? BBC-ക്ക് വേണ്ടി ബ്ലോഗുകൾ എഴുതിയപ്പോൾ. BBC-ക്ക് വേണ്ടി മലാല ബ്ലോഗിൽ എഴുതിയത് ഏത് പേരിൽ? ഗുൽമക്കായ്. അന്താരാഷ്ട്ര മലാല ദിനം ആചരിച്ചത് എന്ന്? 2012 നവംബർ 10. ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനം അനുസരിച്ചാണ് അന്താരാഷ്ട്ര മലാല ദിനം ആചരിച്ചത്. UN ഏത് വർഷം മുതലാണ് മലാല ദിനം ആചരിച്ചു തുടങ്ങിയത്? 2013 മുതൽ. മലാല ദിനം എന്നാണ്? ജൂലൈ 12.
മലാലയുടെ ബ്ലോഗിൻ്റെ പേരെന്താണ്? ഗുൽമക്കായ്. 2015 ലോകത്തിലെ എല്ലാ പെൺകുട്ടികളെയും വിദ്യാലയത്തിൽ എത്തിക്കാനുള്ള ഐക്യരാഷ്ട്രസഭയുടെ പ്രചരണ പരിപാടിയുടെ മുദ്രാവാക്യം എന്താണ്? ഞാനും മലാല. മലാലയെ ആൻ ഫ്രാങ്കുമായി താരതമ്യപ്പെടുത്തി ലേഖനമെഴുതിയ പത്രം ഏത്? വാഷിങ്ടൺ പോസ്റ്റ്. ഏത് സംഘടനയുടെ ഭീകരപ്രവർത്തനങ്ങൾക്കെതിരെയാണ് മലാല ശബ്ദമുയർത്തിയത്? താലിബാൻ. മലാലയുടെ ഡയറിക്കുറിപ്പുകൾ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ കൃതിയുടെ പേരെന്ത്? മലാല യൂസഫ്സായി, ഒരു പാകിസ്ഥാൻ സ്കൂൾ വിദ്യാർത്ഥിനിയുടെ ജീവിതക്കുറിപ്പുകൾ. പാകിസ്ഥാനിലെ ദേശീയ ശാന്തി സമാധാന സമ്മാനം മലാലയ്ക്ക് ലഭിച്ച വർഷം ഏത്? 2011. പാകിസ്ഥാൻ്റെ ആദ്യത്തെ ദേശീയ സമാധാന പുരസ്കാരം നേടിയതാര്? മലാല യൂസഫ്സായി. കുട്ടികൾക്കുള്ള അന്താരാഷ്ട്ര ശാന്തി സമ്മാനം മലാലയ്ക്ക് ലഭിച്ച വർഷം ഏത്? 2011. മലാല ഇപ്പോൾ താമസിക്കുന്നത് എവിടെ? ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാം നഗരത്തിൽ. മലാലയ്ക്ക് പിതാവ് ആ പേരിടാനുള്ള കാരണം എന്താണ്? പഷ്തൂൺ കവിയും പോരാളിയുമായ മലാലായി ഓഫ് മായ്വന്തിനോടുള്ള ഇഷ്ടം കാരണമാണ് മലാലയ്ക്ക് പിതാവ് ആ പേരിട്ടത്. തലക്ക് വെടിയുണ്ട ഏറ്റ മലാല ചികിത്സ തേടിയത് എവിടെ? ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാം ക്വീൻ എലിസബത്ത് ഹോസ്പിറ്റലിൽ 2012 ഒക്ടോബർ 9. മലാല ഏത് വയസ്സിലായിരുന്നു വിദ്യാഭ്യാസം ആവശ്യപ്പെട്ട് പരസ്യമായി സംസാരിച്ചത്? 11-ാം വയസ്സിൽ. മലാല സ്ഥാപിച്ച ഫൗണ്ടേഷൻ ഏതാണ്? മലാല ഫണ്ട്. ലോക ജനസംഖ്യാ ദിനം എന്നാണ്? ജൂലൈ 11. ഐക്യരാഷ്ട്രസഭ ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നതിന് അനുമതി നൽകിയ വർഷം ഏത്? 1989. ലോക ജനസംഖ്യാ ദിനം ആദ്യമായി ആചരിച്ചത് എന്ന്? 1990 ജൂലൈ 11. ലോക ജനസംഖ്യാ ദിനമായി ജൂലൈ 11 ആചരിക്കാൻ നിർദ്ദേശിച്ചത് ആരാണ്? ഡോക്ടർ KC സക്കറിയ. ലോകബാങ്കിലെ സീനിയർ ഡെമോഗ്രാഫർ ആയിരുന്നു ഇദ്ദേഹം. ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ജോൺ ഗ്രാൻഡ്. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്നത് ഏത് വർഷം? 1872. ഇന്ത്യൻ സെൻസസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഹെൻറി വാൾട്ടർ. ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഡെമോഗ്രാഫി. ഇന്ത്യൻ ജനസംഖ്യ 100 കോടി തികച്ച കുട്ടിയുടെ പേര്? ആസ്ത.
ഇന്ത്യയുടെ ദേശീയ ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഫെബ്രുവരി 9. 1951 ഫെബ്രുവരി 9-ന് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടത്തിയതിൻ്റെ ഓർമ്മയ്ക്കായി ഫെബ്രുവരി 9 ഇന്ത്യയുടെ ദേശീയ ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നു. ലോക ജനസംഖ്യ 800 കോടി തികച്ച കുട്ടിയുടെ പേരെന്ത്? വിൻസ് മബൻസാഗ്, ഫിലിപ്പീൻസ്. ജനനം 2022 നവംബർ 15. ലോക ജനസംഖ്യ 700 കോടി തികച്ച കുട്ടിയുടെ പേര്? സാദിയ സുൽത്താന, ബംഗ്ലാദേശ്. ജനനം 2011. ലോക ജനസംഖ്യ 600 കോടി തികച്ച കുട്ടിയുടെ പേരെന്ത്? അദ്നാൻ മെവിച്ച്, ബോസ്നിയ. ജനനം 1999 ഒക്ടോബർ 12. ലോക ജനസംഖ്യ 500 കോടി തികച്ച കുട്ടിയുടെ പേര്? മതേജ് ഗാസ്പർ, ക്രൊയേഷ്യ. ജനനം 1987 ജൂലൈ 11. 100 കോടി ജനസംഖ്യയിലെത്തിയ ആദ്യ ഭൂഖണ്ഡം ഏത്? ഏഷ്യ. 100 കോടി ജനസംഖ്യയിലെത്തിയ ആദ്യ രാജ്യം ഏത്? ചൈന, 1980. ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ബീഹാർ. ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏത്? അരുണാചൽ പ്രദേശ്. ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസ് ഏത് രാജ്യത്തിൻ്റേതാണ്? ഇന്ത്യയുടെ. പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ കൂടുതലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഏത്? കേരളം. 2011 സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ ജനസംഖ്യ എത്രയാണ്? 121 കോടി. സെൻസസ് എന്ന പദം രൂപം കൊണ്ടത് ഏത് ഭാഷയിൽ നിന്നാണ്? സെൻസറെ എന്ന ലാറ്റിൻ പദത്തിൽ നിന്ന്. തിട്ടപ്പെടുത്തുക എന്നാണ് അർത്ഥം. ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ഭൂഖണ്ഡം ഏത്? ഓസ്ട്രേലിയ. കേരളത്തിൽ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഏത്? ഇടുക്കി. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള രാജ്യം ഏത്? വത്തിക്കാൻ സിറ്റി. സാക്ഷരത നിരക്ക് ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ബീഹാർ. കേരളത്തിലെ ഏറ്റവും സാക്ഷരത കുറഞ്ഞ ജില്ല ഏത്? പാലക്കാട്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെച്ച് ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രാമതാണ്? 3-ാം സ്ഥാനം. ഇന്ത്യയിൽ ആദ്യത്തെ പൂർണ്ണവും ശാസ്ത്രീയവുമായ സെൻസസ് നടന്ന വർഷം ഏത്? 1881. ജനസംഖ്യാ പഠനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? തോമസ് റോബർട്ട് മാൽത്തൂസ്. പ്രിൻസിപ്പിൾസ് ഓഫ് പോപ്പുലേഷൻ എന്ന വിഖ്യാത ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര്? തോമസ് റോബർട്ട് മാൽത്തൂസ്. ലോക ജനസംഖ്യാ വർഷമായി UN ആചരിച്ച വർഷം ഏത്? 1974.
ജനസംഖ്യാ വിസ്ഫോടന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? തോമസ് റോബർട്ട് മാൽത്തൂസ്. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ UIDAI നൽകുന്ന സവിശേഷമായ തിരിച്ചറിയൽ രേഖ ഏതാണ്? ആധാർ കാർഡ്. NPRന്റെ പൂർണ്ണരൂപം എന്താണ്? നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ. ഇന്ത്യയിൽ സെൻസസ് നടത്തുന്നത് ആരുടെ നിയന്ത്രണത്തിലാണ്? രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ സെൻസസ് നടത്തിപ്പിൻ്റെ ചുമതല വഹിക്കുന്നത് ആരാണ്? സെൻസസ് കമ്മീഷണർ. കേരളത്തിൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് ഏറ്റവും കൂടുതൽ ഉള്ള ജില്ല ഏത്? മലപ്പുറം ജില്ല. കേരളത്തിൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ല ഏത്? പത്തനംതിട്ട. ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞ വർഷം ഏത്? 1987 ജൂലൈ 11. ദേശീയ ജനസംഖ്യാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രി. ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ രൂപീകരിച്ച സെൻസസ് നടന്ന വർഷം ഏതാണ്? 2011 സെൻസസ്. ലോകത്തിൽ ഏറ്റവും ജനസാന്ദ്രതയുള്ള രാജ്യം ഏതാണ്? മൊണാക്കോ. ലോക ജനസംഖ്യ എത്ര കോടിയായതിൻ്റെ ഓർമ്മയ്ക്കായാണ് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്? 500 കോടി. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏത്? ഉത്തരം ഇന്ത്യ. ഇന്ത്യയിൽ ജനസാന്ദ്രത കുറഞ്ഞ രണ്ടാമത്തെ സംസ്ഥാനം ഏത്? മിസോറാം. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയ പ്രദേശം ഏതാണ്? കുറങ് കുമൈ, അരുണാചൽ പ്രദേശ്. ദേശീയ ജനസംഖ്യാ കമ്മീഷൻ സ്ഥാപിതമായത് എന്നാണ്? 11 മെയ് 2000. രാജ്യവ്യാപകമായി വിപുലമായ ജനസംഖ്യാ കണക്കെടുപ്പ് ആദ്യം നടത്തിയ രാജ്യം ഏത്? ചൈന. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏത്? പശ്ചിമ ബംഗാൾ. ആധാർ എന്ന ഹിന്ദി പദത്തിൻ്റെ അർത്ഥം എന്താണ്? അടിത്തറ. ഡെമോഗ്രാഫി എന്ന പദം രൂപം കൊണ്ടത് ഏത് ഭാഷയിൽ നിന്ന്? ഗ്രീക്ക്. ഡെമോഗ്രാഫി എന്ന പദത്തിലെ ഡെമോ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ജനങ്ങൾ. ഡെമോഗ്രാഫി എന്ന പദത്തിലെ ഗ്രാഫി എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? വരയ്ക്കുക അല്ലെങ്കിൽ എഴുതുക. ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള ഏത് ഏജൻസിയുടെ നേതൃത്വത്തിൽ ആണ് ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നത്? UNDP അഥവാ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം.
ഇന്ത്യയിൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? മേഘാലയ. ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏത്? നാഗാലാൻഡ്. ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ രാജ്യം ഏത്? ഗ്രീൻലാൻഡ്. ഇന്ത്യയിൽ ആദ്യമായി ജാതീയ സെൻസസ് നടന്ന വർഷം ഏത്? 2011. ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ ലക്ഷ്യമെന്ത്? ജനസംഖ്യാ വർധനവ് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുക. കാനേഷുമാരി അഥവാ സെൻസസ് എന്ന പദം ഇന്ത്യയിൽ ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? കൗടില്യൻ, അർത്ഥശാസ്ത്രം എന്ന കൃതിയിൽ. 2024 കേരള ജ്യോതി പുരസ്കാര ജേതാവ് ആര്? പ്രൊഫസർ MK സാനു. 2024 ഓടക്കുഴൽ അവാർഡ് ജേതാവ് ആര്? K. അരവിന്ദാക്ഷൻ. ഗോപ എന്ന നോവലിനാണ് അദ്ദേഹത്തിന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? ഉത്തരം NS മാധവൻ. 2025 ഹരിവരാസനം പുരസ്കാര ജേതാവ് ആര്? ഉത്തരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2025 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് ആര്? KP ശങ്കരൻ. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആര്? PN പണിക്കർ. PN പണിക്കരുടെ മുഴുവൻ പേര് എന്ത്? പുതുവായിൽ നാരായണ പണിക്കർ. ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? PN പണിക്കർ. വായനാ ദിനം എന്നാണ്? ജൂൺ 19. എന്നു മുതലാണ് വായനാ ദിനം ആചരിച്ചു തുടങ്ങിയത്? 1996 ജൂൺ 19 മുതൽ. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. ആരുടെ സന്ദേശമാണ് ഇത്? PN പണിക്കർ. ഏത് വായനശാല ആരംഭിച്ചാണ് അദ്ദേഹം ഗ്രന്ഥശാല പ്രസ്ഥാനം ആരംഭിച്ചത്? സനാതനധർമ്മം. PN പണിക്കരുടെ ഓർമ്മയ്ക്ക് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏത്? 2004 ജൂൺ 19. PN പണിക്കർ ജനിച്ചതെവിടെ? നീലംപേരൂർ. വായനാവാരം എന്ന് മുതൽ എന്ന് വരെ? ജൂൺ 19 മുതൽ ജൂൺ 25 വരെ. കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരം ഏത്? എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എത്ര? 5 ലക്ഷം രൂപ. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം ലഭിച്ചത് ആർക്ക്? ശൂരനാട് കുഞ്ഞൻപിള്ള. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം നൽകിയ വർഷം ഏത്? 1993.
എഴുത്തച്ഛൻ പുരസ്കാരം 2020 ലഭിച്ചത് ആർക്ക്? സക്കറിയ. തോട്ടിയുടെ മകൻ, രണ്ടിടങ്ങഴി, ചെമ്മീൻ, ഏണിപ്പടികൾ, അനുഭവങ്ങൾ പാളിച്ചകൾ, കയർ എന്നീ കൃതികൾ എഴുതിയതാര്? തകഴി ശിവശങ്കരപ്പിള്ള. മുത്തശ്ശി എന്ന കവിത രചിച്ചതാര്? എൻ ബാലാമണിയമ്മ. സക്കറിയയുടെ ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും എന്ന നോവലെ അടിസ്ഥാനമാക്കി അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ചിത്രം ഏത്? വിധേയൻ. മറന്നുവച്ച വസ്തുക്കൾ എന്ന കവിത രചിച്ചതാര്? സച്ചിദാനന്ദൻ. ഭൂമിഗീതങ്ങൾ എന്ന കൃതി രചിച്ചതാര്? വിഷ്ണുനാരായണൻ നമ്പൂതിരി. എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മലപ്പുറം ജില്ലയിലെ തിരൂർ തുഞ്ചൻപറമ്പിൽ. അൽ അമീൻ പത്രത്തിൻ്റെ പത്രാധിപർ ആരായിരുന്നു? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം ഏത്? സാഹിത്യലോകം. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരി ആര്? പി. വത്സല. 2021 വയലാർ പുരസ്കാരം ലഭിച്ച മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിയുടെ രചയിതാവ് ആര്? ബെന്യാമിൻ. 2020 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആര്? നീൽമണി ഫുക്കൻ, ആസാമീസ് കവി. 2021 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഗോവൻ നോവലിസ്റ്റ് ആര്? ദാമോദർ മൗസോ. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച 6ാമത്തെ മലയാളി ആര്? ഡോക്ടർ എം. ലീലാവതി. ബാലസാഹിത്യ പുരസ്കാരമായ പരാഗ് ബിഗ് ലിറ്റിൽ ബുക്ക് പ്രൈസ് ലഭിച്ച മലയാളി ആര്? പ്രൊഫസർ എസ്. ശിവദാസ്. 2021 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച ബുധിനി എന്ന നോവലിൻ്റെ രചയിതാവ് ആര്? സാറ ജോസഫ്. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മലയാളത്തിലെ മികച്ച കൃതി ഏത്? ഹൃദയരാഗങ്ങൾ. 2021 സരസ്വതി സമ്മാനം ലഭിച്ച ഹിന്ദി കവി ആര്? ഡോക്ടർ രാംദാസ് മിശ്ര. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ബാലസാഹിത്യ കൃതിയായ അവർ മൂവരും ഒരു മഴവില്ലും എന്ന കൃതിയുടെ രചയിതാവ് ആര്? രഘുനാഥ് പാലേരി. പി. എൻ. പണിക്കർ നയിച്ച ഗ്രന്ഥശാല സംഘത്തിന് ലഭിച്ച യുനെസ്കോ അവാർഡ് ഏത്? ക്രൂപ്സ്കായ അവാർഡ്. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം ആരുടെ വരികളാണിത്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. കേരളത്തിൻ്റെ ഭരണഭാഷ ഏതാണ്? മലയാളം. ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത്? ഗ്രീക്ക് സാഹിത്യം.
കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ മുഖപത്രം ഏതാണ്? ഗ്രന്ഥാലോകം. മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏതാണ്? ഉണ്ണുനീലി സന്ദേശം. വൈക്കം മുഹമ്മദ് ബഷീർ ബാല്യകാലസഖി ആദ്യം എഴുതിയത് ഏത് ഭാഷയിൽ? ഉത്തരം ഇംഗ്ലീഷ്. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ്? 1908 ജനുവരി 21. ബഷീറിൻ്റെ ജന്മസ്ഥലമായ വൈക്കം തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ്? കോട്ടയം ജില്ലയിൽ. ബഷീറിൻ്റെ ആദ്യ കൃതി ഏത്? പ്രേമലേഖനം. ബഷീറിൻ്റെ ആത്മകഥാപരമായ കൃതി ഏത്? ഓർമ്മയുടെ അറകൾ. ബഷീറിൻ്റെ ഏക നാടകം ഏത്? കഥാബീജം. ബഷീറിൻ്റെ ജീവചരിത്രമായ ബഷീറിൻ്റെ ഐരാവതങ്ങൾ രചിച്ചത് ആരാണ്? EM അഷ്റഫ്. ബഷീറിൻ്റെ ഭാര്യയുടെ പേരെന്താണ്? ഫാത്തിമ ബീവി. എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ഏത് കൃതിയിൽ ഉള്ളതാണ്? ആനവാരിയും പൊൻകുരിശും. നിസാർ അഹമ്മദ് എന്ന മാതൃകാ കഥാപാത്രത്തെ ബഷീർ അവതരിപ്പിച്ചത് ഏത് നോവലിലാണ്? എൻ്റെ ഉപ്പൂപ്പാക്കൊരാനയുണ്ടായിരുന്നു എന്ന നോവലിൽ. ഞാനും നീയും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കുവാൻ പോവുകയാണ്. നീ മാത്രം. ബഷീറിൻ്റെ ഒരു ചെറുകഥ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഈ വാചകത്തിൽ ആണ്. ഏതാണ് ഈ കഥ? അനർഘനിമിഷം. ബഷീർ ഏകാന്തവീതിയിലെ അവധൂതൻ എന്ന ഗ്രന്ഥം എഴുതിയതാര്? MK സാനു. താര, പാപ്പച്ചൻ, ഏലിക്കുട്ടി, പോളി തുടങ്ങിയ കഥാപാത്രങ്ങൾ ഏത് കൃതിയിലേതാണ്? താര സ്പെഷ്യൽസ്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ തന്നെ. ഒന്നും ഒന്നും ചേർന്നാൽ എത്രയെന്നാണ് ബഷീറിൻ്റെ കഥാപാത്രം ഉത്തരം നൽകിയത്? ഇമ്മിണി ബല്യ 1. കൊച്ചു നീലാണ്ടൻ, പാറുക്കുട്ടി എന്നീ ആനകൾ കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി ഏത്? ആനവാരിയും പൊൻകുരിശും. ബഷീറിൻ്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ? മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ. ഗുത്തിനി ഹാലിട്ട ലിത്താപ്പോ സഞ്ചിനി ബാലിക ലുട്ടാപ്പി. ബഷീറിൻ്റെ ഏത് നോവലിലാണ് ഈ പാട്ട് ഉള്ളത്? എൻ്റെ ഉപ്പൂപ്പാക്കൊരാനയുണ്ടായിരുന്നു. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏതാണ്? വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേരെന്ത്? ഉജ്ജീവനം. മജീദും സുഹറയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിൻ്റെ നോവൽ ഏത്? ബാല്യകാലസഖി. ഒന്നും ഒന്നും ഇമ്മിണി ബല്യ 1 എന്ന പ്രയോഗം
ബഷീറിൻ്റെ ഏത് നോവലിലാണ് ഉള്ളത്? ബാല്യകാലസഖി. ആകാശമിഠായി കഥാപാത്രമാകുന്ന ബഷീറിൻ്റെ നോവൽ ഏത്? പ്രേമലേഖനം. ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിൻ്റെ പേരെന്ത്? കടുവക്കുഴി ഗ്രാമം. വെളിച്ചത്തിനെന്തു വെളിച്ചം എന്ന വാക്യം ഏത് കൃതിയിൽ നിന്നുള്ളതാണ്? ൻ്റുപ്പൂപ്പാക്കൊരാനയുണ്ടാർന്നു. ഒരു മരം ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഏതാണ് ആ മരം? മാംഗോസ്റ്റീൻ. ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏതാണ്? സർപ്പയജ്ഞം. വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ച വർഷം ഏത്? 1994 ജൂലൈ 5. ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 5. ബഷീർ ബേപ്പൂരിൽ താമസിച്ചിരുന്ന വീടിൻ്റെ പേര് എന്തായിരുന്നു? വയലാലിൽ വീട്. ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം ഏത്? 1977. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീർ ഒരേ ഒരു നാടകമേ എഴുതിയിട്ടുള്ളൂ. ആ നാടകത്തിൻ്റെ പേരെന്താണ്? കഥാബീജം. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏത്? പ്രേംപാറ്റ. ബഷീറിൻ്റെ ജീവചരിത്ര കൃതിയുടെ പേര്? ബഷീറിൻ്റെ ഐരാവതങ്ങൾ. ബഷീറിൻ്റെ ഐരാവതങ്ങൾ എന്ന ജീവചരിത്ര കൃതിയുടെ രചയിതാവ് ആര്? EM അഷ്റഫ്. ബഷീറിൻ്റെ മാസ്റ്റർ പീസ് കൃതിയായി വിലയിരുത്തപ്പെടുന്ന കൃതി ഏത്? ബാല്യകാലസഖി. കേശവൻ നായരും സാറാമ്മയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിൻ്റെ നോവൽ ഏത്? പ്രേമലേഖനം. ബഷീർ നടത്തിയ ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ് അത്? ചെവിയോർക്കുക അന്തിമ കാഹളം. ചോദ്യോത്തര രൂപത്തിൽ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി ഏത്? നേരും നുണയും. ബഷീർ മാല എന്ന പാട്ടുകാവ്യത്തിൻ്റെ രചയിതാവ് ആര്? MN കാരശ്ശേരി. ബഷീറിൻ്റെ വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം ഏത്? 1954. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി ഏത്? യാ ഇലാഹി. ബഷീറിൻ്റെ ഭാര്യയായ ഫാബി ബഷീറിൻ്റെ ആത്മകഥയുടെ പേര് എന്താണ്? ബഷീറിൻ്റെ എടിയെ. ബഷീർ, കാരൂർ നീലകണ്ഠപിള്ള, മാധവിക്കുട്ടി എന്നിവർ ഒരേ പേരിൽ ഒരു കഥ എഴുതിയിട്ടുണ്ട്. ആ കഥയുടെ പേരെന്താണ്? പൂവമ്പഴം. ബഷീറിൻ്റെ മാന്ത്രിക പൂച്ച എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം ഏത്?
1968. ബഷീറിനെക്കുറിച്ച് ONV കുറുപ്പ് രചിച്ച കവിത ഏത്? എൻ്റെ ബഷീർ. ചങ്ങമ്പുഴയെ ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ രചിച്ച കൃതി ഏത്? ഒഴിഞ്ഞ വീട്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത്? ഗാന്ധിജിയെ കാണാൻ. ബഷീറിന് മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ച വർഷം ഏത്? 1993. പ്രേമലേഖനത്തിലെ കഥാപാത്രങ്ങളായ കേശവൻ നായരും സാറാമ്മയും തങ്ങളുടെ കുട്ടിക്ക് നൽകിയ പേര് എന്താണ്? ആകാശമിഠായി. ബഷീറിൻ്റെ ഓർമ്മക്കുറിപ്പ് എന്ന കഥ പ്രസിദ്ധീകരിച്ച വർഷം ഏത്? 1946. ഉജ്ജീവനം വാരികയിൽ ഏത് തൂലികാ നാമത്തിലാണ് ബഷീർ എഴുതിയിരുന്നത്? പ്രഭ. മരിക്കുന്നതിന് മുമ്പ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യൻ്റെ കഥ പറയുന്ന ബഷീറിൻ്റെ കഥ ഏത്? തേന്മാവ്. കുട്ടികൾക്ക് ബഷീറിനെ പരിചയപ്പെടുത്തുന്ന കിളിരൂർ രാധാകൃഷ്ണൻ രചിച്ച ബാലസാഹിത്യകൃതി ഏത്? ഒരിടത്തൊരു സുൽത്താൻ. 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരി ആര്? ബാലാമണി അമ്മ. ബഷീറിൻ്റെ മുച്ചീട്ടു കളിക്കാരൻ്റെ മകൾ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം ഏത്? 1951. അക്ഷരാഭ്യാസമില്ലാത്ത, ബുദ്ധിശാലിയല്ലാത്ത ഒരു കുശിനിപ്പണിക്കാരൻ പൊടുന്നനെ ദിവ്യനായി മാറുന്ന കാഴ്ച വർണ്ണിക്കുന്ന ബഷീറിൻ്റെ കൃതി ഏതാണ്? വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ളത്? പാത്തുമ്മയുടെ ആട്. ബഷീറിൻ്റെ MP പോൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ പ്രസിദ്ധീകരിച്ച വർഷം ഏത്? 1991. ഇരുട്ടിൽ ഉറങ്ങാതിരിക്കുന്ന ഒരാൾ എന്ന വിജയകൃഷ്ണൻ്റെ കൃതി ആരെക്കുറിച്ചുള്ള പഠനമാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. മതിലുകൾ എന്ന സിനിമയിൽ നാരായണിക്ക് ശബ്ദം നൽകിയത് ആരാണ്? KPSC ലളിത. ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം ഏത്? 1959. മലയാളത്തിലെ ഏറ്റവും നോൺ കോൺഷ്യസ് എഴുത്തുകാരനാണ് ബഷീർ. ബഷീറിൻ്റെ പ്രശസ്തമായ ഒരു കഥയെ വിലയിരുത്തിയാണ് കൽപ്പറ്റ നാരായണൻ ഇങ്ങനെ പറയുന്നത്. ഏതാണ് ആ കഥ? വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീറിൻ്റെ വിഡ്ഢികളുടെ സ്വർഗം എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം ഏത്? 1948. ബഷീറിൻ്റെ ആദ്യ കഥയായ എൻ്റെ തങ്കം പ്രസിദ്ധീകരിച്ച പത്രം ഏത്? ജയകേസരി. നീലവെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കാരം ഏതാണ്? ഭാർഗവീ നിലയം.
ബഷീറിൻ്റെ സൂഫിസ്റ്റിക് കാഴ്ചപ്പാടുകളുടെ അന്തർധാര എന്ന് വിശേഷിപ്പിക്കുന്ന ചെറുകഥ ഏത്? അനർഘനിമിഷം. ബഷീറിൻ്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര്? പെരുമ്പടവം ശ്രീധരൻ. ഇതിലാണ് ബഷീറിൻ്റെ കലാപാടവം ഞാൻ തെളിഞ്ഞു കാണുന്നത് എന്ന് പി. കേശവദേവ് അഭിപ്രായപ്പെട്ടത് ബഷീറിൻ്റെ ഏത് നോവലിനെക്കുറിച്ചാണ്? ജീവിത നിഴൽപ്പാടുകൾ. എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ബഷീറിൻ്റെ ഏത് കൃതിയിലേതാണ്? ആനവാരിയും പൊൻകുരിശും. ബഷീർ ദ മാൻ എന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത് ആരാണ്? എം.എ. റഹ്മാൻ. ബാല്യകാലസഖി ജീവിതത്തിൽ നിന്നു വലിച്ചു ചീന്തിയ ഒരു ഏടാണ്. വാക്കിൽ നിന്ന് രക്തം പൊടിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? എം.പി. പോൾ. ബഷീറിന് രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച വർഷം ഏത്? 1982. മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ബഷീർ കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരം ഏതാണ്? മതിലുകൾ.